ഹ്യൂമൻ ബീയിങ്സ് ആണ് അല്ലേ. സോ വി ഹാവ് സം ബേസിക് നീഡ്സ്. നമുക്ക് കുറെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്, ഇതൊക്കെ എന്താണ്? നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ് അല്ലേ. ഇതൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ജീവിക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ. അതുകൊണ്ടാണ് ഇതിനൊക്കെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ് അല്ലേ. അപ്പൊ എന്ത് വേണം? ഇതൊക്കെ നമുക്ക് വേണം. ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്, ഇതൊക്കെ നമുക്ക് വേണ്ടതാണ് അല്ലേ. അപ്പൊ നമ്മൾ അതില് ഫുഡിനെയും ഷെൽട്ടറിനെയും കുറിച്ച്, ഫുഡിനെയും ക്ലോത്തിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദ നെക്സ്റ്റ് വൺ ഈസ് എന്താണ്? ഷെൽട്ടർ. ഓക്കെ, ലിസൺ. ഫസ്റ്റ് എന്താണ്? എല്ലാ ക്വസ്റ്റ്യനിലെയും പോലെ ഹിയർ ഈസ് ആൻ ആക്ടിവിറ്റി ഫോർ യു. മാച്ച് ദ ഫോളോയിങ് ടു ഷോ ഹൂ ലിവ്സ് വെയർ. എന്താണ്? എവിടെയാണ് ഓരോരുത്തരും ജീവിക്കുന്നത് എന്നനുസരിച്ച് അതിനെ മാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത് അല്ലേ. ഫസ്റ്റ് വൺ ആസ് എ ബേർഡ്. അവിടെ എന്താണ്? ഒരു ബേർഡിന്റെ പിക്ചർ ഉണ്ട്. ദെൻ ഇസ് എ ഹ്യൂമൻ ബീയിങ്, എ മാൻ, ആൻഡ് തേർഡ് വൺ ഇസ് എ ടൈഗർ. ഓക്കെ, അവിടെ എന്താണ്? 3 പേരുടെ പിക്ചേഴ്സ് ഉണ്ട് അല്ലേ. അപ്പൊ അവരൊക്കെ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതനുസരിച്ച് അത് മാച്ച് ചെയ്യണം. ഓക്കെ, ചെയ്തോളൂ. ഇറ്റ് ഇസ് വെരി ഈസി. It's just an activity for you. Okay, very easy one. മാച്ച് ചെയ്യുക എല്ലാവരും പെൻസിൽ എടുത്തിട്ടത്. അവരെവിടെയാണ് താമസിക്കുന്നത്? ബേർഡ്. വേർ ഇസ് എ ബേർഡ് ലിവ്? ഇൻ നെസ്റ്റ്. ഓക്കെ, നെസ്റ്റ്. Then next one, human being is a man. In house. അല്ലെ, മനുഷ്യന്മാർ എവിടെയാണ്? വീടുകളിലാണ് താമസിക്കുക അല്ലെ. ബേർഡ് ഇസ് നെസ്റ്റ്. പക്ഷീനെ എന്ത് ചെയ്യാ? അവിടെ എന്താണ്? ഒരു നെസ്റ്റിന്റെ പിക്ചർ ഉണ്ട് അല്ലെ, അതിലേക്ക് മാച്ച് ചെയ്യാ. അമന്ന ചെയ്തോ മോളെ? യാ, ഡൺ. ഓക്കെ, പെട്ടെന്ന് അതൊന്ന് മാച്ച് ചെയ്യാം. തേർഡ് വൺ, ടൈഗർ ഈസ് ഇൻ കേവ്സ് അല്ലെ, ഗുഹകളിലാണ് അല്ലെ താമസിക്കുക. അപ്പൊ അത് മാച്ച് ചെയ്യാം. ഓക്കെ, then listen, we are going to start our portion. We need shelter. Okay, a house is a place we live in with our family. It shelters us from heat, cold, rain and wind. It also protects us from wild animals and thieves. Endana? House. We are going to discussing about house. നമ്മൾ വീടുകളെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഷെൽട്ടർ. ഷെൽട്ടർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വീട്, നമ്മുടെ പാർപ്പിടം അല്ലെ, നമ്മൾ താമസിക്കുന്ന പ്ലേസ്. Then a house is a place we live in with our family. What is a house? House is a place we live in with our family. നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ എവിടെയാണോ താമസിക്കുന്നത്, that's our house അല്ലേ. നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ താമസിക്കുന്ന പ്ലേസിനെയാണ് നമ്മൾ ഹൗസ് എന്ന് പറയാ. What is a house? A house is a place we live in with our family. നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ, നമ്മുടെ ഫാമിലിയുടെ കൂടെ താമസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ വീട് അല്ലേ. ഓക്കെ, ക്ലിയർ? A house is a place we live in with our family. നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ കൂടെ അല്ലേ. എല്ലാവർക്കും ഹൗസ് ഉണ്ട് അല്ലേ. everyone have house. അത് ചിലപ്പോൾ സ്വന്തമായിരിക്കാം, റെന്റ് ആയിരിക്കാം അല്ലേ. എല്ലാവരും എന്താണ്? വീടുകളിലാണ് താമസിക്കുക അല്ലേ. man or human being are lives in houses. നമ്മളൊക്കെ വീടുകളിലാണ് താമസിക്കാറ്. മനുഷ്യന്മാരൊക്കെ താമസിക്കുക എവിടെയാണ്? വീടുകളിലാണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും എന്തുണ്ട്? വീടുണ്ട്. everyone has house. എല്ലാവർക്കും ഉണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ സ്വന്തം വീടായിരിക്കാം. അത് which kind of house is not important. എന്ത് തരത്തിലുള്ള വീടാണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ നമ്മളൊക്കെ നമ്മുടെ ഫാമിലിയുടെ കൂടെ താമസിക്കുന്ന പ്ലേസ്, that's our house. Okay, a house is a place. Kurian, listen. A house is a place we live in with our family. It shelters us from heat, cold, rain and wind. We already says about the cloth. Cloth is protect us from heat, cold, wind, rain എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. നമ്മുടെ ഡ്രസ്സ്, നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സ് നമ്മൾ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യും. മഴയിൽ നിന്നും, കാറ്റിൽ നിന്നും, തണുപ്പിൽ നിന്നും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഷെൽട്ടറും അല്ലേ. It shelters us from heat, cold, rain and wind അല്ലേ. നമ്മുടെ ഹൗസ് നമ്മൾ ഷെൽട്ടർ ചെയ്യുമല്ലേ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുമല്ലേ. ഇതിൽ നിന്ന് ഒക്കെയാണ്? ചൂടിൽ നിന്ന്, തണുപ്പിൽ നിന്ന് ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന, മഴയിൽ നിന്നും കാറ്റിൽ നിന്നും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഹൗസ് ആണ് അല്ലേ. ഇറ്റ് ഓൾസോ പ്രൊട്ടക്ട് us from wild animals and thieves അല്ലേ. എന്താണ്?
വൈൽഡ് ആനിമൽസ് അല്ലേ, നമുക്ക് എന്താണ് രാത്രിയൊക്കെ ആയാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിൽ കയറി സേഫ് ആയിട്ട് ഇരിക്കും അല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ വൈൽഡ് ആനിമൽസ്, കള്ളന്മാരല്ലേ, തീവ്സിൽ നിന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഹൗസ് ആണ് അല്ലേ. നമ്മുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നല്ല ഒരു ധൈര്യമാണല്ലേ, നമ്മൾ എപ്പോഴും സേഫ് ആയിരിക്കുക എവിടെയാണ്, നമ്മുടെ വീടുകളിലാണ് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, ഹൗസ് ഷെൽട്ടേഴ്സ് us from heat, cold, rain and wind, and it also protect us from wild animals and thieves. It is also protect us from wild animals. They are came to attack us അല്ലേ, നമ്മളെ എന്താണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന വൈൽഡ് ആനിമൽസിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഒക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്താണ്, ഹൗസ് ആണ് അല്ലേ, നമ്മുടെ വീടാണ്. എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വീട്, നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ താമസിക്കുന്ന പ്ലേസിനെയാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. നമ്മുടെ വീട് നമ്മളെ എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു അല്ലേ. Our house is protect us from heat, rain, cold and wind and also wild animals and thieves. ഇതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്താണ്, നമ്മുടെ ഹൗസ് ആണ്. ഓക്കെ ഓക്കെ എറിക്, ആ പോർഷൻ ഒന്ന് വായിച്ചേ മോനെ എറിക്. First paragraph. Okay. Listen. We need Okay. a house is a place we live in with our family. It shelters Okay. us from heat, cold, rain and wind. It also protects us from wild animals and thieves. Okay. Okay. അപ്പൊ എന്താണ്, നമ്മുടെ ഹൗസ് ആണ് നമ്മളെ വൈൽഡ് ആനിമൽസിൽ നിന്നും തീവ്സിൽ നിന്നും ദെൻ ഹീറ്റ്, കോൾഡ്, റെയിൻ ആൻഡ് വിൻഡ്, ഇങ്ങനെ സീസണൽ ചേഞ്ചിൽ നിന്നും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്താണ്, അവർ ഹൗസ്. അവർ ഹൗസ് ഇസ് എ പ്ലേസ് വി ലിവ് ഇൻ വിത്ത് അവർ ഫാമിലി. നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ, ദാറ്റ് മീൻസ് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ബ്രദറും സിസ്റ്ററും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ഫാമിലിയിൽ അല്ലേ. നമ്മൾ ഇവരുടെ ഒക്കെ കൂടെ താമസിക്കുന്ന പ്ലേസിനെയാണ് നമ്മുടെ ഹൗസ്, നമ്മുടെ വീട് എന്ന് പറയുന്നത്. ദെൻ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഹൗസസ്. ഓക്കെ, നമ്മൾ ഇനി പലതരത്തിലുള്ള വീടുകളെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. പലതരം വീടുകളുണ്ട്, ആൾക്കാർക്ക് എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഹൗസസ് ഉണ്ട് അല്ലേ. അപ്പൊ അതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ലിസൺ, വാട്ട് ആർ ഹൗസസ് മെയ്ഡ് ഓഫ്, എങ്ങനെയാണ് വീടുകൾ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ലിസൺ, ലോങ് എഗോ പീപ്പിൾ ലിവ്ഡ് ഇൻ കേവ്സ്, ലേറ്റർ ദേ ബിൽറ്റ് ഹൗസസ്. എന്താണ് ലോങ് എഗോ അല്ലേ, വളരെ നാളുകൾക്ക് മുൻപ്. ലോങ് എഗോ പീപ്പിൾ ലിവ് ഇൻ കേവ്സ്, ലേറ്റർ ദേ ബിൽറ്റ് ഹൗസസ്. നാളുകൾക്ക് മുമ്പ് അല്ലേ, വർഷങ്ങൾക്ക് മുമ്പ്, കുറെ നാളുകൾക്ക് മുമ്പ് ആളുകൾ എവിടെയാണ് താമസിച്ചിരുന്നത്? ഹ്യൂമൻ ബീയിങ് ഇൻ ഹൗസ് ആണോ? നോ, ദേ ആർ ലിവ്സ് ഇൻ കേവ്സ്. വാട്ട് ഡു യു മീൻ ബൈ കേവ്? കേവ് എന്താണെന്ന് അറിയാമോ? കേവ്, ഓക്കെ, അലൻ അറിയാമെന്ന് പറയുന്നത്. വാട്ട് ഈസ് എ കേവ്? കേവ് എന്താണ്? ഗുഹ. യാ, കേവ് എന്ന് വെച്ചാല് ഗുഹ എന്നാണ് മീനിങ്. അവിടെ എന്താണ്, ടൈഗർ ഒക്കെ നമ്മൾ മാച്ച് ചെയ്തു അല്ലെ. ടൈഗർ ഒക്കെ താമസിക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു, കേവിലാണ് അല്ലെ. കേവ് മീൻസ് ഗുഹ. ഓക്കെ, അപ്പൊ മുൻപ് ലോങ് എഗോ പീപ്പിൾ ലിവ്ഡ് ഇൻ കേവ്സ് ലൈക്ക് ദീസ് അല്ലെ. ഇതുപോലുള്ള ഗുഹകളിലാണ് ആര് താമസിച്ചിരുന്നത്? മനുഷ്യന്മാര് താമസിച്ചിരുന്നത് അല്ലെ. വളരെ നാളുകൾക്ക് മുൻപാണ്. അപ്പൊ എന്താണ്, ലേറ്റർ ദേ ബിൽറ്റ് ഹൗസ്. ദെൻ അവരെന്ത് ചെയ്തു? വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി അല്ലെ. വളരെ നാളുകൾക്ക് മുൻപ് ആളുകൾ എവിടെയാ താമസിച്ചിരുന്നത്? ഗുഹയിലാണ് താമസിച്ചിരുന്നത്. ദേ ഹാവ് നോ ഐഡിയ അബൌട്ട് ബിൽറ്റ് എ ഹൗസ്, ഹൗ ടു ബിൽറ്റ് എ ഹൗസ്. എങ്ങനെയാണ് ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു അല്ലെ. പണ്ട് വളരെ നാളുകൾക്ക് മുൻപാണ്. എങ്ങനെയാണ് വീടുകൾ ഉണ്ടാക്കുക എന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല. ദെൻ ലേറ്റർ ദേ ലേൺഡ് ഹൗ ടു ബിൽഡ് എ ഹൗസ്. ദെൻ അവർ പഠിച്ചു അല്ലെ, എങ്ങനെയാണ് വീടുകൾ ഉണ്ടാക്കുക എന്ന് പഠിച്ചു അല്ലെ. അതിൽ നിന്നാണ് ഡെവലപ്പ് ആയിട്ട് വന്നത് അല്ലെ. നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. നമ്മുടെ മുൻപേ ജീവിച്ച ആൾക്കാർക്ക് എന്ത് അറിയില്ലായിരുന്നു? ദേ ഹാവ് നോ ഐഡിയ അബൌട്ട് ലൈഫ് സ്റ്റൈൽ. ജീവിത രീതിയെ കുറിച്ച് അവർക്ക്
വലിയ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ ജീവിക്കുകയാണ് അല്ലെ, ഗുഹകളിൽ ജീവിക്കും. നമ്മള് ക്ലോത്ത് എന്നുള്ള പോർഷനിൽ പഠിച്ചു. നാളുകൾക്ക് മുമ്പ് എന്ത് ചെയ്തിരുന്നു, അവർക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല അല്ലെ. അവരെന്താണ്, ലീവ്സും സ്കിൻ ഓഫ് ഡെഡ് ആനിമൽസും ഒക്കെ കൊണ്ടാണ് ഡ്രസ്സൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്തിരുന്നത്. അതുപോലെ അവർ ആദ്യം ആ സമയത്ത് ഗുഹയിലാണ് താമസിച്ചത്. Then they learned how to build a house. പിന്നെ അവർ പഠിച്ചു അല്ലെ, എങ്ങനെയാണ് ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളത് അവർ പഠിച്ചു. They started to build house. അവർ വീട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. They used materials like wood, stones, straw and mud. In villages, many houses are still made from these materials. Such houses are called, listen, അപ്പൊ എന്താണ്, in long ago people lived in caves. നാളുകൾക്ക് മുമ്പ് ആൾക്കാർ ഗുഹയിൽ താമസിച്ചിരുന്നു. Then they learned how to build a house. എങ്ങനെയാണ് വീടുകൾ ഉണ്ടാക്കുക എന്നുള്ളത് അവർ പഠിച്ചു. Then they are started to build house. അവർ വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. Then they used materials. എങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാണ് വീട് ഉണ്ടാക്കുക, എങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽസ് കൊണ്ടാണ് വീട് ഉണ്ടാക്കുക? Can you say that? എങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടാണ് വീട് ഉണ്ടാക്കുക? അനക സുരേഷ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുക വീട് ഉണ്ടാക്കാൻ വേണ്ടി? നിങ്ങൾക്ക് അറിയാമോ ഏതെങ്കിലും മെറ്റീരിയൽസ്? എന്തൊക്കെയാണ്? യാ, ഓക്കെ, ലിസൺ മോളെ. എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് ആദ്യം വീട് ഉണ്ടാക്കിയിരുന്നത് എന്നാണ് പറയുന്നത് അല്ലേ. അവരെന്താണ്, ആദ്യം വീട് ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു. എങ്ങനെയാണ് വീടുകൾ ഉണ്ടാക്കുക എന്നുള്ളത് പഠിച്ചു അല്ലെ. നമ്മൾ ഓരോ കാര്യവും എന്താണ്, ലേൺ ചെയ്യും അല്ലേ. നമ്മൾ അങ്ങനെയാണ് പഠിച്ചെടുക്കുക. ദാറ്റ് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ് അല്ലേ. നമ്മളൊക്കെ മനുഷ്യന്മാരായതുകൊണ്ട് എന്താണ്, നമ്മൾ പല കാര്യങ്ങളും കണ്ടു പഠിക്കും അല്ലേ. നിങ്ങൾ ആദ്യം എന്താണ്, ഇങ്ങനെ ഓൺലൈനായിട്ട് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് സൂമിൽ ജോയിൻ ചെയ്യുക എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇല്ല അല്ലേ. ഫസ്റ്റ് ടൈം നമ്മളത് പഠിച്ചു അല്ലേ. ഇപ്പൊ എന്താണ്, ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നമ്മൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയല്ലേ. അതാണ് സ്പെഷ്യാലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്. നമ്മൾ ഓരോ കാര്യങ്ങളും എന്താണ്, ഓരോന്നോരോന്നായിട്ട് പഠിച്ചു വരികയാണ് ചെയ്യുക. അപ്പം ആദ്യം ആൾക്കാർ എങ്ങനെയാണ് വീട് ഉണ്ടാക്കിയത്? They used materials like wood, stone, straw and mud. ഇങ്ങനത്തെ മെറ്റീരിയൽസ് കൊണ്ടാണ് അവർ വീട് ഉണ്ടാക്കിയത്. എന്താണ്, മരം, പിന്നെ എന്താണ്, കല്ലുകള്. സ്ട്രോ എന്താണ്, സ്ട്രോ വൈക്കോല് അല്ലേ. വൈക്കോലിന്റെ ഒക്കെ മേൽക്കൂരയുള്ള വീടുകളൊക്കെയാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. ദെൻ മഡ്, ചെളിയും വൈക്കോലും നമ്മുടെ മരവും കല്ലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആദ്യ കാലത്ത് അവര് വീടുണ്ടാക്കിയത്. In villages, many houses are still made from these materials. എന്താണ്, ഗ്രാമങ്ങളിലൊക്കെ അല്ലേ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹൗസുകൾ ഇങ്ങനത്തെ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് വീടുകൾ ഇപ്പോഴും എവിടെയുണ്ട്, വില്ലേജസിലുണ്ട് അല്ലേ. ചെളി കൊണ്ടും കല്ലുകൊണ്ടും മരം കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ വീടുകൾ ഇപ്പോഴും ചില ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട് അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ, നമുക്കറിയാം. ചില സ്ഥലത്തൊക്കെ പോയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. ഇപ്പോഴും സ്ട്രോ കൊണ്ടും മഡ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ വീടുകളൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ട് അല്ലേ. എല്ലാവർക്കും വലിയ വീടുകളുണ്ടോ? ഇല്ല അല്ലേ. എല്ലാവരും എന്താണ്, ചില ആൾക്കാർക്ക് ഒരുപാട് വലിയ വീടുകൾ ഉണ്ടാകും. പക്ഷെ ഇപ്പോഴും വില്ലേജസിലൊക്കെ എന്തുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ എന്തുണ്ട്, ചെളിയും സ്ട്രോയും വുഡും കല്ലുകളും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഹൗസുകൾ ഉണ്ട്. ദെൻ സച്ച് ഹൗസസ് ആർ കോൾഡ് കച്ച ഹൗസ്. എന്താണ് അതിന് പറയാ? ഇങ്ങനത്തെ വീടുകളെയാണ് കച്ച ഹൗസസ് എന്ന് പറയാറ്. അതായത് ചെളിയും കല്ലും സ്ട്രോയും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ചെറിയ വീടുകൾ ഉണ്ടല്ലോ, അതിനെയാണ് കോൾഡ് കച്ച ഹൗസ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് വീടുകൾ അല്ലേ ഇപ്പോഴും വില്ലേജസിലുണ്ട്. അതിനെയാണ് നമ്മൾ കച്ച ഹൗസസ് എന്ന് പറയുന്നത്. ക്ലിയർ? ലിസൺ. ലോങ് എഗോ പീപ്പിൾ ലിവ്ഡ് ഇൻ കേവ്സ്. നാളുകൾക്ക് മുൻപ് ആൾക്കാർ എവിടെയാണ് താമസിച്ചിരുന്നത്? ദേ ആർ ലിവ്ഡ് ഇൻ കേവ്സ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഗുഹകളിലാണ് താമസിച്ചിരുന്നത്. ബിക്കോസ് ദേ ഹാവ് നോ ഐഡിയ അബൌട്ട് ഹൗ ടു ബിൽഡ് എ ഹൗസ്. എങ്ങനെയാണ് വീടുകൾ ഉണ്ടാക്കുക എന്നുള്ളത് അവർക്ക് അറിയില്ല അല്ലേ. അപ്പൊ എന്താണ്, നമ്മൾ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാ, വി ലേൺഡ് ഇറ്റ് സ്ലോലി അല്ലേ. നമ്മൾ ഓരോന്നും പതുക്കെ പതുക്കെ പഠിച്ചെടുക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പൊ എന്താണ്, ആദ്യം ഗുഹകളിൽ താമസിച്ചു. ദെൻ they are
ലേൺഡ് അബൌട്ട് ഹൗ ടു ബിൽഡ് എ ഹൗസ്. പിന്നെ അവർ പഠിച്ചു അല്ലേ, എങ്ങനെയാണ് വീടുകൾ ഉണ്ടാക്കുക എന്നുള്ളത് അവർ പഠിച്ചു. ദെൻ ദേ യൂസ്ഡ് മെറ്റീരിയൽസ് ലൈക്ക് wood, stone, straw and mud. They are using the materials like wood, stones, straw and mud അല്ലേ. ചെളിയും കല്ലും വൈക്കോലും മരവും ഒക്കെ കൊണ്ട് അവർ എന്ത് ചെയ്തു, വീട് ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു അല്ലേ. ഫസ്റ്റ് തന്നെ എന്താണ്, ഇപ്പോഴത്തെ പോലെ എന്താണ് ബ്രിക്സും സിമെന്റും ഒക്കെ ഉപയോഗിച്ച് വലിയ വാർപ്പ് വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അവർക്കത് അറിയില്ല, ഹൗ ടു ബിൽഡ് ഹൗസ്. ദെൻ they are study about how to build houses with using materials wood, stones and straw, mud അല്ലേ. ചെളിയും വൈക്കോലും കല്ലും മണ്ണും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് വീട് ഉണ്ടാക്കുക എന്നുള്ളത് അവർ പഠിച്ചു. then they are started the house. അവരങ്ങനെ ആ വീട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. we call that type of house is kacha house. അങ്ങനത്തെ വീടുകളെയാണ് നമ്മൾ എന്ത് പറയാറ്, കച്ച ഹൗസസ് എന്ന് പറയാ. നിങ്ങളുടെ നെക്സ്റ്റ് പേജിൽ എന്തുണ്ട്, ഒരു കച്ച ഹൗസിന്റെ എന്ത് കൊടുത്തിട്ടുണ്ട്, പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ചെളിയും അതിന്റെ മേൽക്കൂര കണ്ടോ, ദാറ്റ് ഈസ് സ്ട്രോ അല്ലേ. വൈക്കോലും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള വീടാണ് അത്. മരവും വൈക്കോലും ചെളിയും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വീടാണ് അത്. അതിനെയാണ് എന്ത് പറയാ, കച്ച ഹൗസ് എന്ന് പറയാ, അങ്ങനത്തെ വീടുകളെ. ദെൻ ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ് മോസ്റ്റ് ഹൗസസ് ആർ മെയ്ഡ് ഫ്രം ബ്രിക്സ് ആൻഡ് സിമെന്റ്. എന്താണ്, ടൗണിലും സിറ്റിയിലും ഒക്കെ അല്ലേ, നമ്മുടെ ടൗണുകളിലും സിറ്റികളിലും, അതായത് കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ടുള്ള പ്ലേസുകളിൽ എന്ത് ചെയ്യാറുണ്ട്, ഹൗസസ് മെയ്ഡ് ഫ്രം ബ്രിക്സ് ആൻഡ് സിമെന്റ് അല്ലേ. ഇഷ്ടിക അല്ലേ. ബ്രിക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഇഷ്ടികകളും സിമെന്റുകളും ഒക്കെ കൊണ്ട് കുറച്ചുകൂടെ നല്ല വീടുകൾ ആണ് എങ്ങോട്ടുണ്ടാവുക, സിറ്റിയിലൊക്കെ അല്ലേ. നമ്മൾ എന്താണ് വലിയ സിറ്റീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കച്ച ഹൗസസ് കാണാൻ വേണ്ടി പറ്റില്ല. അവിടെ കച്ച ഹൗസസ് ഉണ്ടാകാറുണ്ടോ? നോ. അവിടെ എന്താണ്, ബ്രിക്സും സിമെന്റും ഒക്കെ കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ള നല്ല വീടുകളാണ് ഉണ്ടാവുക അല്ലെ. കാണാൻ നല്ല ഭംഗിയുള്ള കുറച്ചുകൂടെ ഡെവലപ്പ് ആയിട്ടുള്ള നല്ല കുറച്ചുകൂടെ വലിയ വീടുകളാണ് എവിടെ ഉണ്ടാവുക, സിറ്റിയിൽ ഉണ്ടാവുക അല്ലെ. കമ്പാരിറ്റീവ്ലി എന്താണ്, വില്ലേജസിൽ എന്താണ് വീടുകൾ മിക്കവാറും കച്ച ഹൗസുകളാണ് അല്ലെ. മരവും ചെളിയും വൈക്കോലും ഒക്കെ കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ള വീടുകളാണ്. ബട്ട് ടുഡേയ്സ് അല്ലെ, ഇന്നത്തെ കാലത്ത് എന്താണ് മിക്കവാറും വില്ലേജസിലും ബ്രിക്സും സിമെന്റും ഒക്കെ കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ള, നമ്മളൊക്കെ എന്താണ്, നമ്മളൊക്കെ ഓരോ വില്ലേജിലാണ് താമസിക്കുന്നത് അല്ലെ. നമ്മുടെ വീടുകളും എന്താണ്, സിമെന്റും ഇഷ്ടികകളും ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടുകൾ ഉണ്ട് അല്ലെ. പണ്ടത്തെ കാര്യമാണ് അല്ലെ. മുമ്പത്തെ പോലെ എന്താണ് ചെളിയും വൈക്കോലും ഒക്കെ കൊണ്ടുള്ള വീടുകൾ ഇപ്പൊ ഉണ്ടോ? വളരെ റെയർ ആണ് അല്ലേ. എന്നാലും ചില വില്ലേജസിലൊക്കെ ഇപ്പോഴും ചെളിയും വൈക്കോലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വീടുകളുണ്ട്. അതിന് എന്ത് പറയും നമ്മൾ, കച്ച ഹൗസ് എന്ന് പറയും. ദെൻ സിറ്റീസിൽ എന്താണ്, ദ ഹൗസസ് ആർ മെയ്ഡ് ഫ്രം യൂസിങ് ദ മെറ്റീരിയൽസ് ഓഫ് ബ്രിക്സ് ആൻഡ് സിമെന്റ്സ് അല്ലേ. എന്താണ്, ഇഷ്ടികകളും സിമെന്റുകളും ഒക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഹൗസ് ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. നമ്മുടെ സിറ്റീസിലും ടൗണിലും ഒക്കെ ഉണ്ടാകാറ് കുറച്ചുകൂടെ നല്ല വീടുകളാണ്. അതിന് എന്താ പറയാ, സച്ച് ഹൗസസ് ആർ കോൾഡ് പക്ക ഹൗസസ്. ദാറ്റ് ടൈപ്പ് ഓഫ് ഹൗസ് വി കോൾഡ് പക്ക ഹൗസസ്. ഓക്കെ, അങ്ങനത്തെ വീടുകൾ നമ്മൾ പക്ക വീടുകൾ അല്ലേ, പക്ക ഹൗസ് എന്ന് പറയും. ഓക്കെ, ദാറ്റ് ടൈപ്പ് ഓഫ് ഹൗസ് ഇസ് കോൾഡ് പക്ക ഹൗസ്. ആൻഡ് ദ ഹൗസ് മെയ്ഡ് ഫ്രം ദ മെറ്റീരിയൽസ് ലൈക്ക് മഡ്, സ്റ്റോൺ, സ്ട്രോ ആൻഡ് വുഡ്. ഇങ്ങനത്തെ, അതായത് കുറച്ചുകൂടെ ചെറിയ വീടുകൾ അല്ലെ, ചെളിയും തൂണും കല്ലും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ വീടുകളെ നമ്മൾ കച്ച ഹൗസ് എന്ന് പറയും. ആൻഡ് ബ്രിക്സും സിമെന്റും ഒക്കെ കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ നല്ല മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല വീടുകളെ നമ്മൾ പക്ക ഹൗസ് എന്ന് പറയും. PUCCA, പുക്ക എന്ന് വായിക്കരുത്, ദാറ്റ് ഈസ് പക്ക. ഓക്കെ, PU എന്ന് പറയുമ്പോൾ മിക്കവാറും ആൾക്കാർ പുക്ക എന്ന് വായിക്കും, ദാറ്റ് ഈസ് പക്ക ഹൗസ്. ഓക്കെ, PUCCA. ഓക്കെ, ദെൻ എന്താണ്, ദസ് different materials are needed to make different types of house. That is, we already says in the portion of clothes എന്നുള്ള പോർഷനിൽ നമ്മൾ പഠിച്ചു എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് അല്ലേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് വി നീഡ് ടു മേക്ക് ഡിഫറെന്റ് ക്ലോത്ത്സ്. നമുക്ക് പലതരത്തിലുള്ള തുണികൾ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് വേണം, പലതരത്തിലുള്ള മെറ്റീരിയൽസ് വേണം.
Just like that, we need different materials to make different types of house. അതങ്ങനെയാണ് അല്ലേ? ഓരോ കാര്യങ്ങളും പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പലതരത്തിലുള്ള മെറ്റീരിയലുകൾ വേണം. നമുക്ക് ക്ലോത്ത് ഉണ്ടാക്കണമെങ്കിലും പലതരത്തിലുള്ള മെറ്റീരിയൽസ് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഷെൽട്ടേഴ്സും. പലതരം വീടുകൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പലതരത്തിലുള്ള മെറ്റീരിയൽസ് വേണം. Then we are going to study about types of house. Then നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? പലതരം വീടുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞത് നമുക്കൊന്നുകൂടെ പറയാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ക്ലിയർ ആകാത്തതുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. കേട്ടോ മോളെ? ഹൈഫ, ലിസൺ. ഓക്കെ, ലിസൺ. A house is a place we live in with our family. What is a house? What is a house? Answer. Answer. Unmute you, answer. What do you mean by a house? What is a house? ഒരു വീട് എന്ന് വെച്ചാൽ എന്താണ്? What is a house? What is a house? I told you one or two or more times. What is a house? What is a house? Listen, okay. Then Kurian Joseph, unmute you, Mone. Unmute you, Kurian. Okay, what is a house? What do you mean by a house? എന്താണ് ഒരു സിമ്പിൾ ഡെഫിനിഷൻ? വീട് എന്ന് വെച്ചാൽ എന്താണ്? We live with our family. Okay, that is a house. We live with our family. The place we live with our family. അല്ലേ? Answer, listen. Do you heard this? What is a house? Can you say what is a house? Okay. Fast. What is a house? ഒരു വീട് എന്ന് വെച്ചാൽ എന്താണ്? Is a place we live in with our family. Okay. അപ്പോ what is a house എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? House is a place we live with our family. നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ താമസിക്കുന്ന പ്ലേസ് ആണ് house. A house is a place we live with our family. എല്ലാവരും അത് പഠിച്ചു വെക്കുക. മിസ് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. ഒറ്റ ഒരു ചെറിയ സെന്റൻസ് ആണുള്ളത്. What is a house? A house is a family. House is a place we live with our family. നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ താമസിക്കുന്ന പ്ലേസിനെയാണ് we call that a house. Okay. Then അപ്പോൾ എന്താണ് ഒരു ഹൗസ് എന്ന് വെച്ചാൽ? ഹൗസ് ഇസ് എ പ്ലേസ് വി ലീവ് വിത്ത് അവർ ഫാമിലി ആൻഡ് ദെൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഹൗസ് അല്ലേ? ദെൻ ഇറ്റ് ഷെൽട്ടേഴ്സ് us from heat, cold, rain and wind and also protect us from wild animals and thieves. A house is a place we live with our family and it shelters us from heat, cold, rain and wind and also protect us from wild animals and thieves. എന്താണ് വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ താമസിക്കുന്ന പ്ലേസിനെയാണ് നമ്മൾ ഹൗസ് എന്ന് പറയാറ്. ദെൻ എന്താണ് ഇറ്റ് ഷെൽട്ടേഴ്സ് us. നമ്മുടെ ഹൗസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്തിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഹൗസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക? ടെസ്സ മെരിയ, എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ഹൗസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഓക്കെ. Cold, rain and wind. Okay, then sorry മോളെ, it also protect us from wild animals and thieves. Okay, അപ്പോൾ എന്താണ്? Okay മോളെ, okay. Our house is protect us from heat, cold, rain and wind. It also protect us from wild animals and thieves. അല്ലേ? നമ്മുടെ ഹൗസ് എന്താണ്? Our house is a place
we live with our family, and it also protects us from heat, wind, rain, and cold, and wild animals and thieves. അല്ലേ? മഴയിൽ നിന്നും വെയിലിൽ നിന്നും ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും കാറ്റിൽ നിന്നും ഒക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്. അത് കൂടാതെ വൈൽഡ് ആനിമൽസ് അല്ലേ, നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന വൈൽഡ് ആനിമൽസിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഹൗസ് ആണ് അല്ലേ? അവർ ഷെൽട്ടർ. ഓക്കെ, അവർ ഹൗസ് ഈസ് അവർ ഷെൽട്ടർ. നമ്മുടെ വീടാണ് നമ്മുടെ ഷെൽട്ടർ അല്ലേ? ഓക്കെ, ദെൻ വി ആർ സ്റ്റഡി അബൌട്ട് ദ മെറ്റീരിയൽസ് മെയ്ഡ് ബൈ. നോക്ക, ലോങ് എഗോ പീപ്പിൾ ലിവ് ഇൻ കേവ് അല്ലേ? ലോങ് എഗോ പീപ്പിൾ ലിവ്സ് ഇൻ കേവ്. നാളുകൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് അല്ലേ? 1 or 2 വർഷങ്ങളാണോ? അല്ല, വളരെ കാലം മുമ്പ് ആളുകൾ എവിടെയാണ് ജീവിച്ചിരുന്നത്? They are lived in a cave അല്ലേ? ഗുഹയിലാണ് ആളുകൾ താമസിച്ചിരുന്നത് അല്ലേ? Then later they built a house. Later they study, they learned how to build a house. എങ്ങനെയാണ് വീടുകൾ ഉണ്ടാക്കുക എന്നുള്ളത് അവർ പഠിച്ചു. Then they used materials like, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്? Which kind of materials used house in long ago? എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഫർഹ, ഫാത്തിമ? എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്? ലോങ് എഗോ പീപ്പിൾ യൂസ്ഡ് വാട്ട് കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് ടു ബിൽഡ് കച്ച ഹൗസസ്? എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്? അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് പീപ്പിൾ ടു ബിൽഡ് ഹൗസസ് ലോങ് എഗോ? എന്തൊക്കെയാണ് ഫർഹ? വാട്ട് ആർ യു ഡൂയിങ് there? Can you say? നാളുകൾക്ക് മുൻപ് ആളുകൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരുന്നത്? ടു ബിൽഡ് കച്ച ഹൗസസ്. കച്ച ഹൗസസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തത്? ലോങ്. ഓക്കെ, ലിസൺ. ആർ യു ഫീൽ വെരി സ്ലീപ്പി? ഓക്കെ, അമന്ന അൺമ്യൂട്ട് ചെയ്യും മോളെ. They used materials like wood, stones, straw, and mud. Okay, they used materials like, Farha, listen. They used materials like wood, stones, straw, and mud. ഇതൊക്കെയാണ് ആളുകൾ എന്ത് ചെയ്തിരുന്നത്? വളരെ നാളുകൾക്ക് മുൻപ് ആദ്യമായിട്ട് ഹൗസസ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഓക്കെ ഫർഹ, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്? വാട്ട് കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽസ്? അൺമ്യൂട്ട് ചെയ്യൂ. Wood. Okay. Wood. Then stones. Then wood, stones, and okay, listen. Wood, stones, straw, and mud. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വായിക്കാൻ കിട്ടാത്തതിന്റെ പ്രധാന കാരണം എന്താണ്? നിങ്ങൾ വായിക്കാത്തത് തന്നെയാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? മിസ് ഇവിടെ എന്തെങ്കിലും വായിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് നോക്കുക. അല്ലാതെ മിസ് ഇവിടെ പറയുമ്പോൾ വേറെ എവിടെയും നോക്കരുത്. ആ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ ഉള്ളത്, മിസ് ഏതാണോ വായിക്കുന്നത്, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? കറക്റ്റ് എന്താണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് നോക്കിയിട്ട് കറക്റ്റായി വായിക്കാൻ വേണ്ടി പറ്റൂ. പിന്നെ മിസ് ക്ലാസ് എടുത്ത് പോയ ഉടനെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ടെക്സ്റ്റ് അടച്ചു വെച്ചിട്ട് അപ്പൊ തന്നെ പോവാൻ വേണ്ടി പാടില്ല. മിസ് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 1 or 2 തവണ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട്, നെക്സ്റ്റ് കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം? ആ സമയത്ത് ഒരു 1 or 2 തവണ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പോവുക. മിസ് പറഞ്ഞ ഉടനെ തന്നെ ആവുമ്പോൾ നിങ്ങൾക്കത് കിട്ടും. പക്ഷെ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് വായിക്കാൻ വേണ്ടി പറഞ്ഞാൽ എന്ത് ചെയ്യില്ല? അത് കിട്ടില്ല അല്ലെ? മിസ്സായി പോവും.
അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, നന്നായിട്ട് വായിക്കുക. നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിലും എന്ത് ചെയ്യുക, എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും വേറെ എന്ത് ബുക്കാണെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് വായിക്കുക. അങ്ങനെ വായിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, കറക്റ്റായിട്ട് തുടർന്ന് വായിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ മെയിൻ കാരണം എന്താണ്, വായിക്കാത്തതാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഓരോ പോർഷനും കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക്, ഇത് നമ്മുടെ സെക്കൻഡ് സെമിസ്റ്റർ ആണ് അല്ലേ, ഫസ്റ്റ് സെം പോലെയല്ല. ഫസ്റ്റ് സെമ്മിന്റെ ലാസ്റ്റ് പോർഷൻ എന്താണ്, പെട്ടെന്ന് നമ്മൾ എടുത്തു, എക്സാം ഓൾറെഡി കഴിഞ്ഞു. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇനി വരാൻ പോകുന്നത് സെക്കൻഡ് സെമ്മിന്റെ എക്സാം ആണ്. അപ്പൊ ഇത് നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യാ, ഇന്ന് ഇത്രയും വായിച്ചു നോക്കുക. എവിടെ വരെയാണ്, ടൈപ്സ് ഓഫ് ഹൗസ് വരെ വായിച്ചു നോക്കിയിട്ട് മാത്രം ടെക്സ്റ്റ് ബുക്ക് ക്ലോസ് ചെയ്ത് വെച്ച് പോവുക. നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വി നീഡ് ഫുഡ് എന്നുള്ള പോർഷൻ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സും നന്നായി പഠിച്ചിട്ട് വരിക. ഒന്നുകിൽ മിസ് എക്സാം വെക്കും, അല്ലെങ്കിൽ മിസ് ക്വസ്റ്റ്യൻ ചോദിക്കും. കേട്ടോ മോളെ മാളവിക, ലേറ്റ് ആയി വന്നുകൊണ്ടാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. വി നീഡ് ഫുഡ് എന്നുള്ള പോർഷൻ നന്നായി വായിക്കുക. പോർഷൻ മുഴുവൻ വായിക്കണം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായി പഠിക്കുകയും ചെയ്യണം. പോർഷനിൽ നിന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, അതുകൊണ്ട് അത് നന്നായി പഠിക്കുക. ബിക്കോസ് അതിൻ്റെ ഒക്കെ എക്സാം ആണ് നമുക്കിനി വരാൻ പോകുന്നത് അല്ലേ. കഴിഞ്ഞ സെം അല്ല, ഇത് നെക്സ്റ്റ് സെം ആണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാ, നന്നായി വായിച്ചു നോക്കി. കിട്ടാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പേരന്റിനോട് ചോദിച്ചിട്ട് അതെന്താണ് വായിക്കുക എന്നൊക്കെ